പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നമുക്കറിയാലോ, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾ വലിയ വാർത്തകളായിട്ടുണ്ട്, വിവാദങ്ങളായിട്ടുണ്ട്. അവിടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും വലിയ വിവാദവും നിയമപോരാട്ടവും ഒക്കെ നടന്ന ഒരു സംഭവമുണ്ട്. രത്നഭണ്ഡാർ, അവിടുത്തെ വിഗ്രഹത്തിൻ്റെ ആടയാഭരണങ്ങളൊക്കെ അടങ്ങിയ വലിയ നിധിശേഖരമാണ്. അങ്ങനെ ഏകദേശം ഒരു 4 പതിറ്റാണ്ടിന് ശേഷം ഈ നിധിശേഖരം തുറന്നിരിക്കുകയാണ്. വലിയ ചടങ്ങുകളോടൊക്കെ കൂടിയാണ് ഇത് തുറന്നത്. വലിയ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇരു വിഭാഗത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ രത്നഭണ്ഡാർ. ഇന്ന് ഉച്ചയ്ക്ക് 1:28 ഈ രത്നഭണ്ഡാർ തുറക്കുന്ന സമയം ഉണ്ടായത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഇതിൻ്റെ കഥ പറയും. അർജുൻ, നമുക്കിവിടെ വലിയ കലവറയൊക്കെ ഉണ്ട്, നമ്മുടെ അത്ര പോരാ എന്ന് തോന്നുന്നു. പക്ഷേ ഒരുപാട് നിയമപോരാട്ടങ്ങളൊക്കെ നടന്നതാണ് അല്ലേ? 40-40 വർഷം തുറക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളൊക്കെ വളരെ വലുതാണ്. ഇപ്പോൾ അവിടെ എല്ലാ ഗോപുരങ്ങളും തുറന്നതിന് പിന്നാലെ ഇങ്ങനെ ഒരു തീരുമാനം, അന്യ സർക്കാരിൻ്റെ ഇടപെടൽ, ഇതെന്തായിരുന്നു ഇതിങ്ങനെ തുറക്കാതെ പോകാനുള്ള കാരണം? അതിൻ്റെ നിയമപോരാട്ടങ്ങൾ, ചരിത്രമൊക്കെ. ശരിയാണ് ദിവേശേട്ടാ, നമ്മുടെ അത്ര പോരാ. നിലവിൽ 1978 കണക്കനുസരിച്ച് ആ രത്നഭണ്ഡാറിനകത്ത് 128 കിലോ സ്വർണവും 221 കിലോ സിൽവറിൻ്റെ ആഭരണങ്ങളുമാണ് നിലവിലുള്ളത്. ഈ BJP 2024 തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നത്, ഈ അധികാരത്തിൽ വരികയാണെങ്കിൽ രത്നഭണ്ഡാർ തുറക്കാമെന്നുള്ള കാര്യമായിരുന്നു. എന്തോ ഒരു കാരണത്തല്ല, അത് കൃത്യമായിട്ട് പറയുന്നില്ല. ഈ BJD നവീൻ പട്നായിക്കിൻ്റെ സർക്കാർ അവർ ഭരിച്ച 24 വർഷത്തെ കാലയളവിൽ ഈ രത്നഭണ്ഡാർ ഒന്ന് തുറക്കാൻ പോലും, പ്രധാനമായിട്ടും 2 അറകളുണ്ട് രത്നഭണ്ഡാറിനകത്ത്. ഒന്ന് പുറത്തെ അറ, ഒന്ന് അകത്തെ അറ. ബീഹാർ അങ്ങനെയാണ് പറയാറുള്ളത്. അതിൽ ഈ സാധാരണ നമ്മൾ ഈ തിരുവാഭരണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഈ 3 വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരുവാഭരണം എടുക്കാനായിട്ട് ഈ പുറത്തെ അറ സാധാരണമായിട്ട് തുറക്കാറുണ്ട്. പക്ഷേ അവസാനമായിട്ട് ഈ അകത്തെ അറ, അവിടെയാണ് ഈ പ്രധാനമായിട്ടും ആഭരണങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നത്, ഇത്തരത്തിൽ വലിയ നിധിശേഖരം ഇരിക്കുന്നത്. അത് 1978 അവസാനമായി തുറന്നിരുന്നത്. പിന്നീട് 2008 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ കെട്ടിടത്തിൻ്റെ കെട്ടുറുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉയർന്ന സമയത്താണ് ഈ അറ തുറന്നത്. അത് പുറത്തെ അറ മാത്രമായിരുന്നു തുറന്നത്. പരിശോധിച്ചു. പിന്നീടും ഈ പുതിയൊരു താൽക്കാലിക അറ പണിയണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങളുണ്ടായിരുന്നു. പലതവണ ഒഡീസ ഹൈക്കോടതി തന്നെ അതിനെ ഒരു കമ്മിറ്റി വയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്തിട്ട് പോലും നവീൻ പട്നായിക് സർക്കാർ അതിനുവേണ്ടി മുതിർന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതോടെ ശക്തമായിട്ടുള്ള ജനവികാരം BJP ഉപയോഗിച്ചു. അത് അവർ കൊണ്ടുവരും, അധികാരത്തിൽ വന്നാമെന്നുള്ള കാര്യം പറഞ്ഞു. അത് ഇപ്പോൾ സഫലമായിരിക്കുന്നു. മാത്രമല്ല 46 വർഷം മുൻപാണ് ഈ ദിവസമായിട്ട് തുറന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചാവി വെച്ച് തുറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഈ താഴെല്ലാം അടിച്ച് തകർത്തിട്ടാണ് ഈ അകത്തെ അറ തുറന്നത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 1:30 എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം തന്നെ പറയുന്നത്. അങ്ങനെയാണ് ഈ അകത്തെ അറയിലേക്ക് കയറുന്നത്. നിലവിൽ എന്തായാലും അകത്തുള്ള സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഈ സിൽവറിൻ്റെ ആഭരണങ്ങളും ഒന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ സമയം കഴിഞ്ഞു. മറ്റൊരു ദിവസം, ഒരുപക്ഷെ നാളെയോ അതിനടുത്തുള്ള ദിവസങ്ങളോ ആയിരിക്കും ഇത് പുറത്തേക്ക് കൊണ്ടുപോയി. ഇന്നത്തെ കണക്കെടുപ്പ്, അതായത് 46 വർഷം മുൻപത്തെ കണക്കാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇന്നത്തെ കണക്ക് എന്താണെന്നുള്ളത് ഇനി അടുത്ത ദിവസങ്ങളായിരിക്കും അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു വാല്യൂ എല്ലാം തന്നെ നിശ്ചയിക്കപ്പെടുക. അതിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ടീമുണ്ട്, ഒപ്പം തന്നെ ഈ ഹൈക്കോടതിയുടെ ഒരു ടീമുണ്ട്. മാത്രമല്ല ഈ നമ്മുടെ തിരുവനന്തപുരത്തെ നിലവറയുടെയൊക്കെ കഥ പറയുന്ന പോലെ ഈ അകത്തെ നിലവറയ്ക്ക് കാവൽക്കാരായിട്ട് ഒരുപാട് പാമ്പുകളൊക്കെ ഉണ്ട്. തുറന്നു കഴിഞ്ഞാൽ പാമ്പ് കടിയേക്ക് മരിക്കും എന്നൊക്കെ പറഞ്ഞു കെട്ടുകഥകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാമ്പ് വിദഗ്ധരുടെ സംഘമൊക്കെ ഉണ്ടായിരുന്നു ഈ നിലവറ തുറക്കുന്ന സമയത്ത് എന്നുള്ള കാര്യം കൂടിയാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം. എന്തായാലും ആളുകളുടെ ആവശ്യം അത് ഉണ്ടായിരിക്കുന്നു, നടന്നിരിക്കുന്നു. ആ നിലവറ തുറന്നു, അതിൻ്റെ 2 അറകളും തുറന്നു. ഇനി ബാക്കിയുള്ളത് അതിനകത്തെ കൃത്യമായിട്ടുള്ള എണ്ണം, ഈ സ്വർണത്തിൻ്റെയും അതുപോലെ തന്നെ ഈ സിൽവറിൻ്റെ എല്ലാം ഒരു മൂല്യം എത്രയാണ് എന്നുള്ളത് അളക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അത് താൽക്കാലികമായി, ഇപ്പോൾ നിലവിൽ താൽക്കാലികമായിട്ടൊരു രത്നഭണ്ഡാർ പണിതിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം കൂടെ നീക്കി വെക്കുന്ന പരിപാടികൾ നടക്കുന്നു. എന്തായാലും ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറിയതാണ്. ഇനി അത് വിശ്വാസികളുടേതായി മാറട്ടെ. ഏകദേശം ഒരു 10-800 വർഷമെങ്കിലും പഴക്കമുള്ള ആഭരണങ്ങളൊക്കെയാണ് അതിലുള്ളതെന്നാണ് ചരിത്ര രേഖകൾ. ഇനിയും ഒരുപക്ഷെ മുൻപത്തെ കാലങ്ങളുണ്ടാകാം. ശരി.